ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ബാലകൃഷ്ണൻ, കേട്ടാൽ ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകരും സത്യത്തിൽ ഞെട്ടിപ്പോകും, നിരാശയിലായി പോകും. കാരണം ഇത്രയേറെ ഒരു നാട് മുഴുവൻ ഒന്നിച്ച് പല പല നെഗറ്റീവ് പ്രചാരണങ്ങളോടായാലും അതിനെയൊക്കെ മറികടന്ന് പറ്റാവുന്ന രീതിയിൽ സഹായങ്ങൾ നൽകിയതാണ്. പക്ഷെ അവിടെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ ഗതാഗത സൗകര്യത്തിന് 4 കോടി രൂപ, ആ ബെയിലി പാലം അത് പട്ടാളം നിർമ്മിച്ചാണ്, അതിൻ്റെ താഴെ കല്ലിടാൻ വേണ്ടി 1 കോടി രൂപ ചിലവാക്കി. നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് അവിടെ കല്ലിടുന്നത് എങ്ങനെയാണ്, എന്തോരം കല്ല് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഒരു തരത്തിൽ നമുക്കിത് വിശ്വസിക്കാൻ, ഇപ്പോൾ സർക്കാർ എന്തെങ്കിലുമൊക്കെ കണക്കുകൾ കൊണ്ടുവരുമെന്ന് അറിയില്ല ഇതൊക്കെ ഒപ്പിക്കാൻ വേണ്ടി, പക്ഷേ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കണക്ക്. അല്ലത് ഈ കേട്ടപ്പോൾ അത്ഭുതം തോന്നുകയാണ്. ഞാന് യഥാർത്ഥത്തില് ആ 30-ാം തീയതി ജൂലൈ 30 മുതൽ ഒരു 10 ദിവസം 11-12 ദിവസം തുടർച്ചയായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ കാര്യങ്ങളിലും അന്നൊക്കെ അവിടുത്തെ റെസ്ക്യൂ പ്രവർത്തകർക്കുള്ള അല്ലെങ്കിൽ മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്, സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ഭക്ഷണം കൊണ്ടുവന്നത് വിവിധ സംഘടനകളാണ്. സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഘടനകളും ഉണ്ട്. ഭക്ഷണം ആവശ്യത്തിന് കൊണ്ടുവരികയാണ്. ഒരു ഘട്ടത്തിൽ അവർ 10 കോടി തന്നെയാണല്ലേ ഫുഡിനുള്ള? ശ്രീ ഐ സി ബാലകൃഷ്ണൻ, 10 കോടി രൂപയാണ്. ഇതെന്തായിരുന്നാലും ഒരു ഓഡിറ്റിന് വിധേയമാക്കേണ്ടതുണ്ടല്ലോ. മാത്രമല്ല 10 കോടിയൊക്കെ കണക്ക് കാണിക്കുമ്പോൾ ഒരു ആവാസ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുള്ള സന്നദ്ധ പ്രവർത്തകർ മുഴുവനും ഭക്ഷണം എത്തിച്ചത് വിവിധ സംഘടനകളാണ്. പിന്നെ ഗവൺമെന്റ് ഏത് ലെവലിലാണ്, ആര് വഴിയാണ് അവർക്ക് ഭക്ഷണം കൊടുത്ത സംഖ്യയാണിത്. കള്ളാടിയിൽ അറിയാലോ, ലൈവ് ഫുഡ് സൗജന്യമായി കൊടുക്കുന്ന ലൈവ് ഫുഡ് അടച്ചു പൂട്ടിച്ചു ഒരു ദിവസം. എന്താ കാരണം? ഇത് കണക്കൊക്കെ കാണിക്കാനായിരിക്കും. മാത്രമല്ല വേലിപ്പാലം നിർമ്മിച്ചത് മിലിറ്ററിക്കാർ നിർമ്മിച്ച വേലിപ്പാലം എന്ന് പറയുന്നത് അവർ തലേന്ന് വന്ന് എസ്റ്റിമേറ്റ് എടുക്കുന്നു, പിറ്റേന്ന് അവരുടെ മെറ്റീരിയൽ മിലിറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തുന്നു. ഒരു ദിവസം രാവിലെ 6 മണിക്ക് പാലം പണി തുടങ്ങുന്നു, പിറ്റേന്ന് വൈകിട്ട് 6 മണിക്ക് പാലം തുറന്നു കൊടുത്തു. അതിനൊക്കെ എങ്ങനെയാണ് ഈ തുകകൾ ഈടാക്കുന്നത്? പിന്നെ അതിന്റെ താഴെ സുരക്ഷാ ഭിത്തി ചെയ്തിട്ടുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്നും അറിയില്ല. പിന്നെ മാത്രമല്ല അവിടെ JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കിറ്റാച്ചടക്കം പ്രവർത്തിച്ചത് ഈ നാട്ടിലെ കോൺട്രാക്ടറുകാരുടെ. അതെ, നമ്മളവിടെ പലരോട് സംസാരിച്ചാണ് എല്ലാവരും ഈ കോറി ഉടമകളും അങ്ങനെയുള്ളവരൊക്കെ കരാറുകാരും ഒക്കെ അവർ സ്വയമേവ കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. കാര്യങ്ങൾ പൂർത്തിയായിട്ട് മാത്രം വാഹനങ്ങൾ തിരിച്ചെടുക്കുന്നു പറഞ്ഞ് കൊടുത്താണ്. എന്നിട്ടാണ് ഈ എല്ലാം കോടികളുടെ കണക്കേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് കോടികളൊന്നും വായിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹോട്ടൽ അസോസിയേഷന്റെ ഒരാളുമായിട്ട് സംസാരിച്ചു. നിങ്ങൾ ഫുഡ് കൊടുത്ത പൈസയൊക്കെ കിട്ടുന്നതല്ല, ഞങ്ങൾ സൗജന്യമായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അവർ പറയുന്നു. അതെ അവർ പറയുന്നു സൗജന്യമായിട്ടാ ഫുഡ്. കഴിഞ്ഞ ദിവസം ഒരു 4-5 ദിവസം മുൻപ് കേട്ടോ. പിന്നെ എങ്ങനെയാണ് ഈ 10 കോടി അവിടെ എന്ത് ചെലവാണ് വന്നത്? അത് ഗവൺമെന്റ് വ്യക്തമാക്കേണ്ടതില്ലേ? ഒരു ദുരന്തമുഖത്തല്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ദുരന്തമുഖത്തല്ലല്ലോ ഇത്തരത്തിലുള്ള കണക്കുകൾ കാണിക്കുന്നത്. അവിടെ എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വിവിധ സംഘടനകളും വിശപ്പുള്ളവനെ വിശപ്പെടുക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷണ പൊതികൾ കൃത്യമായി കൊണ്ടുവന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എല്ലാ മേഖലകളിലും. ഞാൻ ദൃക്സാക്ഷിയാണ്, സിദ്ദിഖ് ദൃക്സാക്ഷിയാണ്, അവരുടെ ഓരോ ജനപ്രതിനിധികളും ദൃക്സാക്ഷിയാണ്, എല്ലാവരും. പിന്നെ എങ്ങനെയാണ് ഈ കോടികളുടെ കണക്ക് വരുന്നത്? അതാണ് വ്യക്തമാക്കേണ്ടത് ഗവൺമെന്റ്. വളരെ നന്ദി ശ്രീ ഐ സി ബാലകൃഷ്ണൻ. ഇത് സർക്കാർ തന്നെ വ്യക്തമാക്കണം. കാരണം കണ്ടു കഴിഞ്ഞാൽ ആരായാലും അതിശയപ്പെട്ടു പോകുന്ന കണക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് ബൈ റോഡ്, അതിന് 4 കോടി രൂപ. ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 10 കോടി. അക്കോമഡേഷൻ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 15. വെഹിക്കിൾസ് യൂസ് ഫോർ ഇവാക്യുവേഷൻ 12. ഇതെല്ലാം കോടിയിലാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബെയിലി ബ്രിഡ്ജ് അലൈഡ് വർക്ക് ആക്ച്വൽസ് 1 crore. പ്രൊക്യൂർമെൻറ്റ് ഓഫ് ടോർച്ചസ്, റെയിൻ കോട്ട്സ്, അംബ്രല്ല ആൻഡ് ഗംബൂട്ട്സ് അതിന് 2,98,00,000. മെഡിക്കൽ കെയർ ഫോർ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് 2 കോടി. ഇത് അങ്ങോട്ടേക്ക് എത്തിയ സാധനങ്ങളൊക്കെയും കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളുടെ സംഭാവനകളായി ഒരുപാട് എത്തി. ചിലവുണ്ടാവും, ചിലവില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ 10 കോടി രൂപയൊക്കെ ഭക്ഷണത്തിന് ചിലവായി എന്ന് പറയുമ്പോൾ എന്ത് കണക്കിലാണ് ഇത് ഉൾപ്പെടുത്തുന്നതെന്ന് ഒരു തരത്തിലും പിടികിട്ടുന്നില്ല. കാരണം നമ്മളെല്ലാവരും അവിടെ പോയതാണ്. അവിടുത്തെ ഏറ്റവും ആ ദുരന്ത മേഖലയിൽ പോലും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒരു അനുഭവം തീർച്ചയായും. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ച് എത്രയോ പേർ നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ആരെയും പട്ടിണിക്കിടാതെ ഭക്ഷണം കൊടുത്ത ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ അത് ഈ കോടികളുടെ കൊള്ളയ്ക്ക് വേണ്ടിയാണോ എന്ന് ഓർക്കുമ്പോൾ സത്യത്തിലൊരു വിഷമമാണ്.